അതൊക്കെ സൂത്രനെ ഷേരുവിനെ കൊണ്ട് പഠിക്കണം. അതെ. അതൊക്കെ കൊണ്ട് പഠിക്കണമെന്നോ? ഏതൊക്കെയാ സൂത്ര? നമ്മുടെ നടത്തം. താൻ എപ്പോഴും എൻ്റെ പിന്നിലല്ലേ നടക്കുന്നത്. അത് നല്ലവനായത് കൊണ്ടാണെന്നാ അവർ പറയുന്നത്. നല്ലവനായത് കൊണ്ട് നടക്കാൻ പറ്റുമോ? താനൊരു നല്ലവനായത് കൊണ്ടാണത്രേ കടുവയായിട്ട് താൻ എൻ്റെ പിന്നിൽ നടക്കുന്നത്. അത് ശരിയോ? ഏതു ശരി? എങ്കിൽ താൻ അങ്ങനെ നടക്കാൻ സമ്മതിക്കുന്ന ഞാനും നല്ലവനല്ലേ? ഒന്ന് ആലോചിച്ചാൽ അതും ശരിയോ? എങ്കിൽ ഒന്നാലോചിച്ചാൽ മതി, പിന്നെയും ആലോചിക്കണ്ട. അതായത് നല്ലവർ പിന്നിൽ നടക്കും അല്ലേ? താനത് വിടടോ. അത് കൊള്ളാം. തനിക്കറിയാമോ, നല്ലവർ പിന്നിലേ നടക്കൂ. സൂത്രം പറഞ്ഞു. താൻ നല്ലവനാണോ? ആണെങ്കിൽ പിന്നിൽ നടക്കണം. പിന്നിൽ നടന്നാൽ നല്ലവനാകാൻ പറ്റും. എങ്കിൽ എനിക്ക് പിന്നിൽ നടക്കാൻ മുന്നിൽ ആരെയെങ്കിലും കിട്ടുമോ എന്ന് നോക്കട്ടെ. പറഞ്ഞു നല്ലവനാകാൻ പിന്നിൽ നടക്കണമെന്നല്ലേ സൂത്രം പറഞ്ഞതല്ലേ? അത് കാട്ടിൽ പാട്ടാ. നന്മയുള്ളവർ പിന്നിലെ നടക്കുമെന്ന് താൻ പറഞ്ഞു അല്ലേ? പറഞ്ഞോ? അല്ല, എന്തു പറ്റി ചേട്ടാ? പറഞ്ഞെങ്കിലേ ഇതങ്ങ് തരാം. അയ്യോ, ഇതെന്തിനാ? അമ്മയ്ക്ക് അത്യാവശ്യമായ ഒരു മരുന്ന് വാങ്ങാൻ ഞാൻ എൻ്റെ മക്കളെ, അതായത് അല്പനയും ചെൽപ്പനയും വിട്ടു. വഴിക്ക് വെച്ച് ഷേര് അവന്മാരോട് നല്ലവർ പിന്നിൽ നടക്കുന്ന പരിപാടി പറഞ്ഞു. അതോടെ അവർ പിന്നിൽ നടക്കാൻ മത്സരമായി. ഞാൻ പിന്നിൽ? അല്ല, ഞാനാ പിന്നിൽ. ഞാൻ അല്ല, ഞാൻ. അങ്ങനെ പിന്നിലേക്ക് നടന്ന് രണ്ടും ഗുഹയിൽ തിരിച്ചെത്തിയടോ. അമ്മയ്ക്ക് മരുന്ന് വാങ്ങാൻ ഇനി ഞാൻ പോകണം. എടോ, നമുക്കൊരു അസിസ്റ്റന്റിനെ വേണം. അതെന്തിനാ? സഹായിക്കാൻ. അതിനല്ലേ അസിസ്റ്റന്റ്. തന്നെ സഹായിക്കാനല്ലേ ഞാൻ. നമ്മൾ രണ്ടുപേരും തിരക്കിലാണെങ്കിൽ ഹെൽപ്പിന് ഒരാൾ വേണം. പറ്റിയ ഒരാളെ കിട്ടുമോന്ന് താനൊന്ന് നോക്ക്. ഒരുത്തനെ കിട്ടി, പക്ഷെ വലിയ സംശയക്കാരനാ. ഇടയ്ക്കിടയ്ക്ക് സംശയം ചോദിക്കും. അത് നല്ലതാ, താൻ വിളി. ഞങ്ങൾക്ക് ഹെൽപ്പിനാ തന്നെ വിളിച്ചത്. കേൾപ്പുള്ളവരെയാണോ ഹെൽപ്പിന് വിളിക്കുക? സംശയം തുടങ്ങി. ഒന്ന് ചോദിക്കട്ടെ, ഞങ്ങളെ കടിയൻ തല്ലാൻ ഓടിച്ചാൽ താൻ എന്തു ചെയ്യും? കടിയൻ എന്തിനാ തല്ലാൻ ഓടിക്കുന്നത്? ആദ്യപ്പോ എന്തിനെങ്കിലും ഓടിച്ചോ എന്ന് കരുതുക എന്ന് പറഞ്ഞാൽ അർത്ഥം വിചാരിക്കുക എന്നാണോ, കയ്യിൽ കരുതുക എന്നാണോ? എന്നെ നോക്കണ്ടോ, ഞാൻ പറഞ്ഞതല്ലേ. ഓടിച്ചു, അത്രയും വിചാരിക്ക്. നീ എന്തു ചെയ്യും? മുതലാളി ഓടിച്ചാൽ അസിസ്റ്റന്റ് ഓടണേ. മുതലാളിയോ? അതോരോ? എന്നെ വിളിച്ചതാടോ. അത് ശരി, പേര് മാറ്റി വിളിക്കാൻ ഒരു സംശയവും ഇല്ല. ഒരു സംശയം, മുതലാളിക്കുന്നതിന് മുതലാളി എന്ന് പറയുമോ? സംശയം നിർത്ത്, എന്നിട്ട് ചോദ്യത്തിന് ഉത്തരം പറ. കടിയാൻ ഓടിച്ചാൽ? എൻ്റെ അമ്മേ, പറഞ്ഞു തീർന്നില്ല. ദേ വരുന്നു കടിയൻ. ഒളിച്ചോ? ഇത്തരം സന്ദർഭങ്ങളിൽ എന്തു ചെയ്യുമെന്നാ മുതലാളി ചോദിച്ചത്, മനസ്സിലായോ? അവൻ ഓടി. കടിയന്റെ നേരെയാ? ഓ, എന്തെങ്കിലും സൂത്രം പറഞ്ഞ് വഴി തിരിച്ചു വിടാനാവും. അയ്യോ, കടിയൻ ഇങ്ങോട്ടാ വരുന്നത്. ഓളിച്ചിരിപ്പാണല്ലേ? അപ്പൊ എന്തോ പണി ഒപ്പിച്ചിട്ടുണ്ടല്ലോ. സംശയം ചോദിക്കാൻ പോയതാ, നിങ്ങളെ ഓടിക്കാൻ ഉദ്ദേശമുണ്ടോ എന്ന്. ഉണ്ടെങ്കിൽ മാത്രം ഞാൻ എന്തെങ്കിലും ചെയ്താൽ മതിയല്ലോ.